നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഒരു ശുഭ സായാഹ്നം കൂടി നിങ്ങളെ ആശംസിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് മില്ലറ്റുകളെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളതാണ്. ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ. ഒരു 10 മിനിറ്റ് മതിയാവില്ലേ? 10 മിനിറ്റ് പോരെ? 15 മിനിറ്റ് ആയാലോ? 20 മിനിറ്റ് ആയാലോ? ഞാൻ സാധാരണ സംസാരിക്കാൻ പോണെങ്കിൽ 3 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, മൈക്ക് വേണം. ഇവിടെ ആവശ്യമില്ല, അത്ര 100 പേരില്ലല്ലോ. രണ്ടാമത്തേത് 1 മണിക്കൂറെങ്കിലും സമയം വേണം. മില്ലറ്റുകൾ കേട്ടിട്ടുണ്ട് ആരെങ്കിലും? മില്ലറ്റ്, നമുക്ക് മില്ലറ്റിന്റെ പ്രോഡക്ട്സ് ഉണ്ട്. ഹെൽത്തി മിക്സ് എല്ലാവരും കണ്ടിട്ടില്ലേ? കാണാത്തവരാരെങ്കിലും ഉണ്ടോ? ഫിനാൻസിന്റെ ഹെൽത്തി മിക്സ് കേൾക്കാത്ത കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവെക്കോ. ഉപയോഗിക്കാത്തവരൊന്ന് കൈവെക്കോ. ഉപയോഗിക്കാത്തവർ. ഓക്കെ. മില്ലറ്റുകൾ പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? മില്ലറ്റുകൾ ചെറുധാന്യങ്ങൾ. ഓക്കെ. എത്ര എണ്ണം ഉണ്ട് ചെറുധാന്യങ്ങൾ? 9 എണ്ണം. പറയൂ, അതൊക്കെയാണ് അറിയുന്ന. പറയും. റാഗി, തിന, ചോളം, അശ്വഗന്ധി ഇല്ല, പനിവരക്, ചാമ, കുതിരവാലി, വരക്, പിന്നെ കമ്പ്. പിന്നെ മില്ലറ്റ് എന്ന് പറയുന്ന പുൽച്ചെടികളിൽ ഉണ്ടാകുന്ന ധാന്യങ്ങളിലാണ് മില്ലറ്റ് എന്ന് പറയുന്നത്. ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ്. ഓക്കെ. 9 തരമല്ല. തെന എന്ന് പറയുന്ന സാധനം ഒരു മില്ലറ്റ് ആണ്. തെന തന്നെ 3 ലക്ഷത്തിലധികം വെറൈറ്റീസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എപ്പോഴാണെന്നറിയോ? ഹരിത വിപ്ലവം നടന്നില്ലേ? ധവള വിപ്ലവം ഒക്കെ കേട്ടില്ലേ? എന്താണ് ധവള വിപ്ലവം? നമ്മുടെ നാടൻ പശുക്കളെയൊക്കെ തന്നെ സങ്കര ഇനം പശുക്കളാക്കി മാറ്റിയിട്ട് അത്യുൽപാദന ശേഷിയുള്ള പശുക്കളാക്കി മാറ്റി. അങ്ങനെ ധവള വിപ്ലവം അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം പറയുന്നത് എന്താണ് സാധനം? വിളവ് കൂടുതലാക്കാൻ രാസവളങ്ങളും കീടനാശിനികളും അല്ലേ? രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ട് പണ്ട് വളരെ ദാരിദ്ര്യം കൂടുതലുള്ള സമയമായിരുന്നു അല്ലേ ഇന്ത്യയിൽ? അല്ലേ? ഇന്ന് എല്ലാവർക്കും എന്താണ് 3 നേരം കഴിക്കുന്നതിന് 4 നേരം 5 നേരം കഴിക്കുന്ന ആളുകളായി മാറി നമ്മളല്ലേ? പ്രമേഹവും ബ്ലഡ് പ്രഷറും ഒക്കെ ആയിട്ട് നടക്കാൻ തന്നെ വയ്യാത്ത ഒരു അവസ്ഥയാണുള്ളത് അല്ലേ? ഇവിടെ വന്ന് വളരെ സന്തോഷം തോന്നി. ഇത്രയും പ്രായമായ ആളുകൾ പോലും ഇവിടെ നൃത്തം ചവിട്ടുന്നതൊക്കെ കണ്ടു. പ്രത്യേകിച്ച് നമ്മൾ വീടുകളിലൊക്കെ പറയുമ്പോൾ നമ്മുടെ സമൂഹം അംഗീകരിക്കില്ല അല്ലേ? മതപരമായും അതല്ലാതെയായും തന്നെ നമ്മൾ വളരെ ഒതുങ്ങിക്കൂടി വീടുകളിൽ മാത്രം കഴിഞ്ഞ് സ്വതന്ത്രമായി ഒന്ന് പുറത്തു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ കുടുംബത്തിലെ സ്ത്രീകൾ അല്ലേ? ശരിയല്ലേ? അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ ഒരു അവർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷങ്ങളിൽ ഒന്നായിരിക്കും ഇപ്പോൾ ഈ കുറച്ച് 1 മണിക്കൂർ ഇവിടെ നടന്ന കാര്യങ്ങൾ. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ? ശരിയല്ലേ? ശരി. എന്തായാലും ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ ഫിനാൻസിനെ വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. MLM കമ്പനിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വലിയ ഗ്രേറ്റ് ലീഡേഴ്സാണ്, വലിയ അച്ചീവേഴ്സ് ആണ്. ഇനിയും വലിയ അച്ചീവ്മെന്റ്സ് ഒക്കെ നേടി ഉയർച്ചയിലേക്ക് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വരട്ടെ, അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് എൻ്റെ ഒരു ആശംസകളും അഭിവാദ്യങ്ങളും. അപ്പം നമ്മൾ മില്ലറ്റിലേക്കാണ് പോകുന്നത്. മില്ലറ്റ്, ഖാദർ വാലി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ കേട്ടിട്ടുണ്ടോ? ഖാദർ വാലി പത്മശ്രീ ഒക്കെ കിട്ടി ഖാദർ വാലിക്ക്. അപ്പോ ഇന്ത്യയില് കേരള ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും മില്ലറ്റുകൾ വ്യാപകമായി കൃഷി ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മാത്രം ആകെ അറിയും റാഗിയും ചാമയും മാത്രമാണ് കൂടുതൽ അറിയല്ലേ? അതല്ലാതെ വേറെ കഴിച്ചിട്ടുള്ള ആളുകൾ 9 മില്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. ഇപ്പൊ 2023 യുണൈറ്റഡ് നേഷൻ എന്താണ് മില്ലറ്റ് വർഷമായിട്ട് ആചരിച്ചു. അറിയോ? ചെറുധാന്യങ്ങളുടെ വർഷമായിട്ട് ആചരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കുറച്ച് ആളുകൾക്കെങ്കിലും മില്ലറ്റുകൾ എന്താണെന്ന് അറിയാൻ തുടങ്ങിയത്. ഈ ഖാദർ വാലി വന്ന ധാന്യങ്ങള് നമ്മൾക്ക് ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നില്ല. നമ്മള് എന്താണ് പ്രധാനമായിട്ട് കഴിക്കുന്നത്? ചോറുണ്ട്,
ധാന്യങ്ങളാണ് അല്ലേ? ധാന്യങ്ങളാണ് കഴിക്കുന്നത്. ധാന്യത്തിന് നമ്മുടെ ഭക്ഷണത്തിൽ എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത് അറിയോ? എത്രാമത്തെ സ്ഥാനം? എത്രാമത്തെ സ്ഥാനമാണ് ധാന്യത്തിനുള്ളത്? നമ്മുടെ മുഖ്യ ആഹാരം എന്താണ്? ധാന്യങ്ങളല്ലേ? ധാന്യങ്ങളാണ്. ശരിക്കും എത്രാമത്തെ സ്ഥാനമാണ് നമുക്ക് ധാന്യങ്ങൾക്ക് ഉള്ളത്? എത്രാം സ്ഥാനം? ഒന്നാം സ്ഥാനം. അത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒന്നാം സ്ഥാനം. യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്ഷണം എന്താണ്? മനുഷ്യന്റെ ഭക്ഷണം എന്താണ്? അത് ധാന്യമല്ലേ? ഞാൻ തന്നെ പറയാം, മനുഷ്യന്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ആണ്. എന്താണ് ഫ്രൂട്ട്സ്? രണ്ടാമത് നട്ട്സ് പറഞ്ഞ എന്താണ്? അണ്ടിവർഗങ്ങള്. മൂന്നാമത്തത് ഇലവർഗങ്ങള്. നാലാമത്തത് കിഴങ്ങ് വർഗങ്ങള്. അഞ്ചാമത്തത് പച്ചക്കറി പറഞ്ഞോ? പച്ചക്കറി പറഞ്ഞോ? ഇല്ല എന്നോ ഉണ്ടെന്നോ? ഇല്ല. പയർ വർഗങ്ങള്. പിന്നെ എത്രയായി? കിഴങ്ങ് പറഞ്ഞോ? കിഴങ്ങ് പറഞ്ഞോ? അങ്ങനെ 7ാമത്തെ സ്ഥാനമാണ് ധാന്യങ്ങൾക്കുള്ളത്. 7ാമത്തെ സ്ഥാനം. പക്ഷെ നമ്മൾ മുഖ്യ ആഹാരമായി കഴിക്കുന്നത് എന്താണ്? ധാന്യങ്ങളാണ് കഴിക്കുന്നത്. ഈ ധാന്യങ്ങളെ വന്നിട്ട് ഖാദർ വാലിമെന്ന് 3 ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് പോസിറ്റീവ് മില്ലറ്റ്സ്, 2 വന്ന് ന്യൂട്രൽ മില്ലറ്റുകൾ, പിന്നെ നെഗറ്റീവ് മില്ലറ്റുകൾ. നെഗറ്റീവ് മില്ലറ്റ് പറഞ്ഞ ഏതാണെന്ന് അറിയോ? ശരിക്കും മില്ലറ്റുകളല്ല. നമ്മുടെ അരിനെ ഖാദർ വാലി നെഗറ്റീവ് മില്ലറ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പോസിറ്റീവ് മില്ലറ്റ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ധാന്യങ്ങളാണ്. ന്യൂട്രൽ മില്ലറ്റുകൾ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ആരോഗ്യം നിലനിർത്താനുള്ള മില്ലറ്റുകളാണ്. നിലവിലുള്ള ആരോഗ്യത്തെ നശിപ്പിക്കുന്ന മില്ലറ്റുകളാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് മില്ലറ്റ്സ് ആണ്. എന്താണ്? അരി, ഗോതമ്പ്, ഓട്സ്. എന്താണ് ഓട്സ്? ഒരാൾ ഓട്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് തോന്നുന്നുണ്ട്. ഈ ഗോതമ്പം അരി എന്ന് പറയുന്നില്ലേ, ഓട്സ് എന്ന് പറയുന്നില്ലേ, ഇതിൽ ഏറ്റവും ദോഷകരമായ ധാന്യം ഏതാണെന്നറിയോ? അരിയാണോ, ഗോതമ്പാണോ, ഓട്സ് ആണോ? അല്ല. ഏറ്റവും ദോഷകരമായ ധാന്യം ഗോതമ്പാണ് അരിയെ വെച്ച് നോക്കുമ്പോൾ. കാരണം എന്താ വെച്ചാ അതില് ഗ്ലൂട്ടൻ ഉണ്ട്. ഗ്ലൂട്ടൻ പറഞ്ഞാൽ എന്താണ്? ഗ്ലൂട്ടൻ മൈദയില്ല, മൈദ, പശനെയാണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത്. ഗ്ലൂ എന്ന് പറഞ്ഞാൽ പശ അല്ലേ? നമ്മുടെ ചെറുകുടലില്ലേ, ചെറുകുടല് 2 അറ്റത്തും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നീളത്തിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര നീളം ഉണ്ടാവും? 1 കിലോമീറ്ററോ? എന്റെ അമ്മ അത്രയൊന്നുമില്ല. പിന്നെ ഒരാളുടെ വലിപ്പമോ? ശരി. ഒറ്റ ചോദ്യം. നമ്മൾ ദിവസം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവയവങ്ങളിൽ ഒന്നാണ് പല്ല് അല്ലേ? സ്വന്തം പല്ല് എത്രയുണ്ടെന്ന് അറിയുന്ന എത്ര ആളുകൾ ഇവിടെ ഉണ്ട്? അല്ലെ, നമ്മൾ എത്ര വർഷമായി, മരിക്കാൻ പോകാനായില്ലേ? സ്വന്തം പല്ലുകളുടെ എണ്ണം പോലും നമുക്ക് അറിയോ? എണ്ണി നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? 32 ഒന്നുമില്ല. എണ്ണിയിട്ടുണ്ടോ? എത്ര മുന്നിൽ പോയിട്ടുണ്ട്? 24 മുന്നിൽ പോയോ? 28. ഇപ്പൊ എത്ര ഉണ്ട്? എണ്ണി നോക്കിയില്ല. അപ്പൊ നമ്മള് ദിവസം ഉപയോഗിക്കുന്ന അവയവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രധാന അവയവം അല്ലേ? പ്രധാന ജോലി എന്താണ്? നമ്മുടെ പ്രധാന ജോലി എന്താണ്? അപ്പൊ നമ്മുടെ പല്ലുകളുടെ എണ്ണം പോലും അറിയില്ലല്ലോ. അപ്പൊ ചെറുകുടലിൽ പറയുന്ന സാധനത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകാംശങ്ങളും രക്തത്തിലേക്ക് വലിച്ചെടുക്കുന്നത് അല്ലേ? ചെറുകുടല് അങ്ങനെ ഉണ്ടോ? കുടലുണ്ടോ? നമ്മളിപ്പോ കടയിലൊക്കെ പോയി കഴിക്കില്ലേ? തട്ടുകടയില്, കഞ്ഞിക്കടയിലൊക്കെ പോയി കഴിക്കില്ലേ? എന്താണ് പ്രധാനമായിട്ടും? റോട്ടി. എന്താ സാധനം അത്? ചെറുകുടല്. എന്തിന് ചെറുകുടലാ കഴിക്കുന്നത് നമ്മള്? ആട്, പോത്ത്, പന്നി, പട്ടി. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ എന്ത് ചെയ്യാന്? കടകളിൽ അതായിരിക്കും മാക്സിമം കിട്ടാറ്. ഞാൻ എന്ത് ചെയ്യാം? അപ്പോ നമ്മുടെ ചെറുകുടലിന്റെ നീളം അറിയണ്ടേ? 40 അടി നീളമാണ്. ഏകദേശം കട്ട് ചെയ്ത് വെച്ചാൽ ആ ടേബിളിന്റെ അറ്റത്ത് ഈ ടേബിൾ വരെ 40 അടി. അത്രയും നീളമാണ്. എന്താ ചെയ്യാം? ചെറുകുടലിന്റെ പണി എന്താണെന്നറിയോ? ഈ ചെറുകുടല് കണ്ടിട്ടുണ്ടോ? ചെറുകുടല് ആട്ടിന്റെയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ തലയിലായി മറിക്കില്ലേ അല്ലേ? ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ആട്ടിന്റെ കുടല് വൃത്തിയാക്കാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ?
ഇന്നത്തെ തലമുറയ്ക്ക് നിങ്ങളൊക്കെ സെക്കൻഡ് ജനറേഷനാണ്. ഫസ്റ്റ് ജനറേഷൻ പറഞ്ഞാൽ 14 വയസ്സിന് താഴെ, 14 മുതൽ 35 വയസ്സുള്ളവർ സെക്കൻഡ് ജനറേഷൻ, 35-ന് മേലെയുള്ളത് തേർഡ് ജനറേഷൻ അല്ലേ? നമ്മളൊക്കെ തേർഡ് ജനറേഷനിലല്ലേ? ഈ തേർഡ് ജനറേഷനിൽപ്പെട്ട ആര് കുറ്റിച്ചൂല് പറയുന്ന സാധനം കാണാത്തവരാരെങ്കിലും ഉണ്ടോ? കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഉപയോഗിച്ചവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്കി. ശരി, ചേർന്ന മുറം പറയുന്ന അറിയോ? സാധനം മുറം അറിയോ? മുറ ഉപയോഗിച്ച് ചേറിയില്ല ആളുകളൊന്ന് കൈവക്കിയ. ഉരല് കണ്ടിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടാ? ശരി, ഇനി അടുത്ത തലമുറയുണ്ട് 35 വയസ്സിന് താഴെയുള്ള ആളുകൾ, അവരോട് ചോദിച്ച ഈ സാധനം എന്താണെന്ന് അറിയില്ല. അങ്ങനത്തെ അവസ്ഥയാണ് പോകുന്നത്. പറഞ്ഞ് നമ്മൾ വന്നിട്ട് നമ്മുടെ ഭക്ഷണത്തില് പ്രധാനപ്പെട്ട നോക്കുന്ന സമയത്ത് എന്താണ് ഫസ്റ്റ് പ്രിയോറിറ്റി? ഫ്രൂട്ട്സ് പറഞ്ഞ എന്താണ്? ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, പൈനാപ്പിള്, പഴപ്പഴം, മാങ്ങ, ചക്ക. നമ്മുടെ ഫസ്റ്റ് പ്രിയോറിറ്റി വരുന്നത് എന്താണ്? നമുക്ക് യോജിക്കാത്ത ഭക്ഷണമാണ്. എന്താണ് യോജിക്കാത്ത ഭക്ഷണം? തണുപ്പ് സ്ഥലങ്ങളില് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന അവിടുത്തെ ആളുകൾ യോജിക്കുന്ന ഭക്ഷണമാണ് മുന്തിരി, ആപ്പിള്, ഓറഞ്ച് എന്ന് പറയുന്നത് പഴമല്ല കേട്ടാ. സോറി, ആപ്പിള് പറയുന്നത് പഴമല്ല കേട്ടാ. അത് പഴമല്ല. ആപ്പിൾ ഈസ് നോട്ട് എ ഫ്രൂട്ട്. അപ്പൊ ഓറഞ്ച്, ആപ്പിള്, മുന്തിരി ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് പഴം എന്ന് വിചാരിക്കുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ കീടനാശിനി അടിക്കുന്ന സാധനമാണത്. അപ്പൊ നമ്മൾ ഈ പഴങ്ങൾ പറയുമ്പോൾ നമുക്ക് യോജിച്ച പഴങ്ങൾ നാട്ടിലുള്ള പഴങ്ങളാണ്. പപ്പായപ്പഴം, മാങ്ങ, ചക്ക, മനസ്സിലായില്ലേ? പ്രമേഹം ഉള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? പ്രമേഹമുള്ളവര് പ്രധാനമായിട്ടും ഈ ആളുകൾ വെളുപ്പിച്ച അരി കഴിക്കുന്ന ആളുകളായിരിക്കും. അതായത് പോളിഷ് ചെയ്ത അരി സ്ഥിരമായി കഴിക്കുന്ന ആളുകൾക്ക് മാത്രമേ പ്രമേഹം ഉണ്ടാവുള്ളൂ. തവിടോട് കൂടിയുള്ള അരി കഴിക്കുന്ന ആളുകൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയില്ല. പ്രമേഹം എന്നൊരു രോഗമല്ല, അതൊരു രോഗാവസ്ഥയാണ്. ഞങ്ങളിവിടെ എന്തൊക്കെയോ നമുക്ക് ആ രോഗാവസ്ഥ കുറയ്ക്കാൻ വേണ്ടി എന്തോ മരുന്നുകളൊക്കെ ഉണ്ട് അല്ലേ? ടോണിക് ഉണ്ട് അല്ലേ? നമുക്കുണ്ടോ? ഫിനാൻസിലുണ്ടോ? ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ലേ? പ്രമേഹമുള്ളവർ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ലാത്തവർ ഉപയോഗിക്കുന്നുണ്ടാവും. പ്രമേഹം ലെവൽ കമ്മിയാവില്ലേ? ശരി, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ശരീരത്തിന് ഇണങ്ങിയ ഭക്ഷണമാണ് വേണ്ടത്. ഞാൻ അതിൽ നിന്ന് നേരെ മില്ലറ്റിലേക്ക് വരികയാണ്. മില്ലറ്റ് നമ്മളിതൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വേണ്ടി വരും അറിയോ? 3 മണിക്കൂർ വേണ്ടി വരും. അതിപ്പോൾ നടക്കില്ല. അപ്പൊ മില്ലറ്റുകളാണ്. അപ്പൊ മില്ലറ്റ് 9 തരം മില്ലറ്റുകളാണ് ഉള്ളത്. നമ്മളിപ്പോൾ തിന മാത്രം 3 ലക്ഷത്തിലധികം തിന ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഏകദേശം 12 ലക്ഷത്തിലധികം ചെറുധാന്യങ്ങൾ, പല വെറൈറ്റീസ് ചെറുധാന്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഹരിത വിപ്ലവം വന്നതോടുകൂടി രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് കൃത്രിമ മാർഗങ്ങളിലൂടെ ഉള്ള കൃഷി, അത് പ്രകൃതി വിരുദ്ധമാണോ എന്ന് ചോദിച്ചാൽ പ്രകൃതി വിരുദ്ധമാണ്. അത് ശാസ്ത്രീയമാണോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയവുമാണ്. അപ്പം നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ കൃഷി തുടങ്ങിയതോടുകൂടി പരമ്പരാഗത ഇനങ്ങളെല്ലാം നാമാവശേഷമായി നശിച്ചുപോയി. പിന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുള്ള ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കൃഷികളൊക്കെ നടത്തുകയും ആ വിത്തുകളൊക്കെ നിലനിർത്തുകയും ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്ന നെല്ല് തന്നെ 3.5 ലക്ഷത്തിലധികം വെറൈറ്റി നാടൻ നെല്ലിനങ്ങൾ ഉണ്ടായിരുന്നു. അതും ഹരിത വിപ്ലവത്തോടു കൂടി പോയി. ഇപ്പൊ MS സ്വാമിനാഥൻ ഫൗണ്ടേഷനെ കേട്ടിട്ടുണ്ടോ? നിങ്ങള് കേട്ടിട്ടുണ്ടാവും, കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടില്ലെങ്കിലും MS സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ അവര് ഈ ജീൻ ബാങ്കില് അവര് 3 ലക്ഷത്തിലധികം നെല്ലിനങ്ങൾ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ വിത്തുകൾ, അതിന്റെ ജീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും നഷ്ടപ്പെടുകയാണെങ്കിലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പ്രിയോറിറ്റി ഫ്രൂട്ട്സ് ആണ്, നെറ്റ്സ് ആണ്, ഇലക്കറികളാണ്, പഴങ്ങളാണ്, പച്ചക്കറികളാണ്, കിഴങ്ങ് വർഗ്ഗങ്ങളാണ്, പയറുവർഗ്ഗങ്ങളാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ധാന്യങ്ങളാണ് കഴിക്കുന്നത് അല്ലേ? ധാന്യം പറഞ്ഞല്ലോ, ഞാൻ 3ആയി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ തന്നെ ധാന്യങ്ങളിൽ നമ്മൾ ഏറ്റവും എന്താണ് നമുക്ക് അപകടമല്ല, ശരീരത്തിന് ഏറ്റവും ദോഷകരമായി ഉണ്ടാകുന്ന അപകടമൊന്നുമില്ല, കഴിച്ചൊന്നും അപകടമൊന്നും ഉണ്ടാവില്ല, തല പൊട്ടിത്തെറിക്കുകയോ വയർ പൊട്ടിത്തെറിക്കുകയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ശരീരത്തിന് വലിയ ദോഷം ഉണ്ടാക്കുന്ന ധാന്യങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ സൈക്കിള്, മോട്ടോർ ബൈക്ക്, വാഹനങ്ങളിലൊക്കെ ലൂബ്രിക്കൻസ് ആയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? എൻജിൻ ഓയിൽ ഉപയോഗിക്കും, ഗ്രീസ് ഉപയോഗിക്കും അല്ലേ?
ഇല്ല, എല്ലാവർക്കും അറിയോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ലൂബ്രിക്കൻസ് എന്താണ്? നമുക്ക് ലൂബ്രിക്കൻസ് വേണ്ടേ? നമുക്ക് ഇതൊക്കെ വളയണ്ടേ? അപ്പൊ ഒരു ശബ്ദം കേട്ടാലോ, കറകറാന്ന് ശബ്ദം കേട്ടാലോ, സ്മൂത്തായിട്ട് മടങ്ങണ്ടേ? നമ്മുടെ ലൂബ്രിക്കൻസ് എന്താണ്? ഓയിലിട്ട് കൊടുക്കണം അല്ലേ? വെളിച്ചെണ്ണ കഴിച്ചാൽ മതിയോ? എന്താണ് നമ്മുടെ ലൂബ്രിക്കൻസ്? എന്താണ്? കാൽഷ്യം. എന്നാൽ നമുക്ക് പശുവിനൊക്കെ കാൽഷ്യം കയറ്റുന്ന പോലെ കാൽഷ്യം കയറ്റിയ പോലെ നമ്മുടെ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? തവിടാണ്. എന്താണ്? ബ്രാൻ. കേട്ടിട്ടില്ലേ? റൈസ് ബ്രാൻ ഓയിൽ എന്ന് കേട്ടിട്ടില്ലേ? എന്താ റൈസ് ബ്രാൻ ഓയിൽ പറഞ്ഞു? തവിട് എന്നാവുന്ന എന്തിന്റെ തവിട്? ഗോതമ്പോ? നെല്ലിന്റെ തവിടാ? അരിന്റെ തവിട് ഇല്ലേ? നെല്ലിന് തവിടുണ്ടോ? അരിക്കല്ലേ തവിടുണ്ടോ? അപ്പൊ ബ്രാൻ അല്ലേ? എന്താണ് ബ്രാന്? അപ്പൊ നമ്മള് ഗോതമ്പായാലും ശരി, വേറെ ധാന്യങ്ങളായാലും ശരി, അതിന്റെ തവിടോട് കൂടി കഴിക്കുമ്പോഴേ എന്ത് കിട്ടുള്ളൂ? നമുക്ക് ലൂബ്രിക്കൻസ് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സമയം കഴിഞ്ഞില്ലേ? അപ്പോ ഈ തവിടോട് കൂടിയ ഭക്ഷണം കഴിച്ചാലേ എന്താവുള്ളൂ? നമുക്ക് ആവശ്യമായിട്ടുള്ള ലൂബ്രിക്കൻസ് കിട്ടുള്ളൂ. തവിടോട് കൂടിയുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് പ്രമേഹം വരാതെ ഇരിക്കുന്നു. അപ്പൊ പ്രധാനമായിട്ടും 5 സാധനങ്ങളാണ് നമുക്ക് ദോഷമുള്ള സാധനങ്ങൾ. ഒന്ന് മൈദ, പിന്നൊന്ന് പാല്, പിന്നൊന്ന് പഞ്ചസാര, പിന്നെ ഉപ്പ്, പിന്നെന്താണ്? പിന്നെ വെളുപ്പിച്ച അരി. ഇതൊക്കെയാണ്. ഇതെല്ലാം നമ്മൾ അറിയും. എന്നാൽ ഇത് നമ്മൾ അതില്ലാതെ പറ്റൂല. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യും അല്ലേ? ഓ, ഇതാണ് ദോഷമുള്ള സാധനം, ഇതറിഞ്ഞു. അപ്പം പോയിട്ട് എന്ത് ചെയ്യും? അപ്പോ നമ്മുടെ ധാന്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും കഴിക്കുന്നത് അല്ലേ? അപ്പൊ തവിട് കലർന്ന അല്ലെങ്കിൽ തവിട് ഒഴിവാക്കാതെയുള്ള ധാന്യങ്ങൾ കഴിച്ച് ശീലിക്കണം അല്ലേ? ഗ്ലൂട്ടൻ ഒഴിവാക്കി കഴിഞ്ഞാൽ കഴിക്കാതെ പറയും. നിങ്ങൾ പറയുന്നത് മൈദ എടുത്തിട്ട് ആട്ട മാത്രം കഴിച്ചാലോ എന്നാണ് ചോദ്യം. കഴിക്കാം. അല്ല, ഗ്ലൂട്ടൻ ഉള്ളതും കഴിക്കാം. അതൊരു ദിവ്യ ഔഷധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗോതമ്പ് കഴിക്കരുത് എന്നേ പറഞ്ഞുള്ളൂ. ഗോതമ്പ് ഇനി നാളെ നിർത്തേണ്ട കാര്യം. ചില സാധനങ്ങൾ നിർത്തിയാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പല പോഷകങ്ങളും പലതിലും ഇല്ലാത്തത് ഇതിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിർത്തണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇത് നമ്മൾ വലിയ ദിവ്യ ഔഷധമാണ്. ചോറ് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഗോതമ്പ് കഴിക്കുന്നതാണെന്ന് വെച്ചാൽ അതിനെ പ്രൊമോട്ട് ചെയ്യും. കുറച്ചു കാലം ഓട്സ് പ്രൊമോട്ട് ചെയ്യും. ഇനി അതിന്റെ കാലം കഴിഞ്ഞാൽ വേറെ പലതും പ്രൊമോട്ട് ചെയ്യും. ഇങ്ങനെ ഓരോന്ന് ഓരോ കോർപ്പറേറ്റ് കമ്പനികൾ അവരവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യും. നമ്മൾ അതിനനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ തിരിച്ചറിയണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ അതാണ് പ്രധാനമായിട്ടും ഈ 5 സാധനങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. എന്തൊക്കെയാണ് 5 എണ്ണം? മൈദ എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടൻ, പശയുണ്ടാവും. അപ്പൊ നമ്മൾ 40 അടി നീളമുള്ള ചെറുകുടല് ഈ ഒരു അറ്റത്ത് നിന്ന് മൈദ നമ്മൾ പിടിച്ചു. ഇപ്പൊ ബബിൾ ഗം കഴിച്ചിട്ടില്ലേ? ബബിൾ ഗം കഴിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അത് നമ്മുടെ കുടല് കണ്ടിട്ടില്ല? ഈ ആട്ടിന്റെയൊക്കെ കുടൽ എടുക്കുന്ന സമയത്ത് ഉള്ളിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും. അതിലിത് ഒട്ടിയിട്ട് ഈ 40 അടി നീളത്തില് ആ അറ്റത്ത് എത്തണം പറയുമ്പോൾ എത്ര പിടിക്കും? ഒരുപാട് സമയം പിടിക്കും. അതുകൊണ്ടാണ് ഗോതമ്പ് കഴിക്കുമ്പോൾ എന്താണ്, പഴമൊക്കെ കഴിക്കില്ല നമ്മള്? പഴം എപ്പോഴാണ് കഴിക്കുക? ഭക്ഷണത്തിന് ശേഷം കഴിക്കുമോ അതിന് മുമ്പ് കഴിക്കുമോ? ഭക്ഷണത്തിന് മുമ്പ് പറയുന്നത് കൈപോക്കിൻ. നിങ്ങളാണ് കൃത്യമായി കഴിക്കുന്നവർ. എപ്പോഴും കഴിക്കുമ്പോ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം. മനസ്സിലായില്ലേ? എന്ത് കഴിക്കുമ്പോ? എന്ത് കഴിക്കുകയാണെങ്കിലും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം. എന്തിനാ പഴം ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം? അതെങ്ങനെയാ അത് വേറെ കഴിക്കുക? എന്തിനാ പഴം മുൻപ് കഴിക്കണം? അവിടുന്ന് വരൂ, ഇങ്ങോട്ട് വരൂ, അവിടെ നിൽക്കരുത്. പറയൂ, പഴം എന്തിനാ മുൻപ് കഴിക്കണം?
ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ 40 അടി നീളവും നമ്മൾ എപ്പോഴും ആലോചിക്കണം എന്ത് കഴിക്കുമ്പോഴും 40 അടി നീളത്തിലേക്ക് വരണം ഈ സാധനം. അതായത് പഴത്തിന്റെ ഡൈജഷൻ ടൈം എന്ന് പറയുന്നത് മാക്സിമം അരമണിക്കൂറാണ്. എത്ര? അരമണിക്കൂർ. നമ്മള് ഇപ്പൊ മില്ലറ്റൊക്കെ പറയുകയാണെങ്കിൽ 5 മണിക്കൂർ മുതൽ 8 മണിക്കൂർ സമയം വരും. ചോറ് ദഹിക്കണമെങ്കിൽ 2 മണിക്കൂർ സമയം വരും. മനസ്സിലായോ? ഓരോന്നിനും ഒരു ഡൈജഷൻ ടൈം ഉണ്ട്. ഓരോന്നിനും അറിയാത്തവർക്ക് നേരെ ഗൂഗിളിൽ പോവുക, ഡൈജഷൻ ടൈം അതിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഈ 5 മണിക്കൂർ ദഹനശേഷിയുള്ള ഒരു വസ്തു നമ്മൾ കഴിച്ചു എന്നിരിക്കട്ടെ. കഴിച്ചിട്ട് അതിന് മേലെ ഒരു പഴം കഴിച്ചു എന്ന് വിചാരിക്കുക. ഏറ്റവും ആദ്യം ഏതാണ് ദഹിക്കുന്നത് അത് ശരീരം പുറന്തള്ളും. അപ്പൊ എന്ത് സംഭവിക്കും? പുറന്തള്ളുന്ന ശരീരത്തിൽ നമ്മൾ വയറ് നിറയെ നമ്മൾ മില്ലറ്റ് കഴിച്ചു എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു മില്ലറ്റ് കഴിച്ചു, നീ കമ്പ് തന്നെ കഴിച്ചു എന്ന് വിചാരിക്കുക. കഞ്ഞി വയറ് നിറയെ കഴിച്ചു, അതിന്റെ മേലെ പഴം കഴിച്ചാൽ എന്ത് സംഭവിക്കും? ഇതെന്താ സംഭവം എന്നറിയോ? നമ്മൾ ഈ ആമാശയത്തിൽ പോയിട്ട് ദഹിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. അത് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകും. അത് ശരി. ഗ്യാസ് താഴത്ത് കൂടെ പോകണതാണോ നല്ലത്, മേലെ കൂടെ പോകണതാണോ നല്ലത്? താഴത്ത് കൂടെ പോകണം നല്ലത്. ചിരിക്കാനല്ല പറഞ്ഞത്. താഴത്ത് കൂടെ പോയാൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും വേദനയും വിഷമമൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്. അതിന്റെ പ്രധാന കാരണം ശരീരത്തിലേക്ക് ഈ ഗ്യാസ് തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ്. തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആരും അടക്കി വെക്കണ്ട. ഗ്യാസ് വന്ന ജോർജ് കുട്ടി ഇതൊക്കെ വീഡിയോ എടുക്കുന്നോ? ഇത് കട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ പഴം നേരത്തെ കഴിക്കണം, മനസ്സിലായോ? ഇത് കഴിച്ച അരമണിക്കൂർ ദഹിച്ചു കഴിഞ്ഞാൽ മറ്റ് സാധനം ദഹനവും ജീർണനവും തമ്മിൽ വ്യത്യാസം അറിയോ? ദഹനം ജീർണനം എന്താണ്? ദഹനം ഡൈജഷൻ. ചീഞ്ഞു പോണതിനെയാണ് എന്ത് പറയുന്നത്? ഞാനിന്ന് ഭക്ഷണം കഴിച്ച് ജീർണിച്ചിട്ടില്ല പറഞ്ഞ എന്താ അർത്ഥം? ദഹിച്ചിട്ടില്ല എന്ന് പറയണ്ടേ അല്ലേ? ജീർണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്തയായി പോയി കിടക്കുകയാണ് അല്ലേ? ദഹിച്ചിട്ടില്ല. ദഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണം ദഹിക്കണമെങ്കിൽ വെറുതെ ദഹിക്കുമോ? വെള്ളം കുടിച്ചാൽ മതിയോ? എത്ര കുടിക്കേണ്ടി വരും? 1 ലിറ്റർ. കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപേ കുളിക്കാൻ പാടുള്ളൂ. ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ കുളിക്കാൻ പാടുള്ളൂ. ഉണ്ട് അവനെ കണ്ട എന്നിട്ട് കുളിച്ചാൽ അവനെ കണ്ടാ കുളിക്കണം അല്ലേ? അങ്ങനല്ലേ? അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞ ശേഷം കുളിക്കാൻ പാടും. ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വ്യായാമം ചെയ്യാൻ പാടും. ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമേ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പാടും. അങ്ങനെ കുറെ ഇതൊക്കെ ഈ കണക്കുകളൊക്കെ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിന് സമയം ഉണ്ടാവും. ശരി, സമയം കഴിഞ്ഞു. അവിടെ ബെല്ലടിച്ചു, ചുവപ്പ് കൊടി വീശി. 2 മിനിറ്റിൽ അവസാനിപ്പിക്കാം. ഈ ട്രെയിൻ ആയതുകൊണ്ടേ നമ്മളിപ്പോ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ബൈക്കാണെങ്കിൽ പെട്ടെന്ന് ചവിട്ടി നിർത്താം. ട്രെയിൻ ആയതുകൊണ്ട് നിർത്താൻ പറ്റില്ല. അപ്പോ ഭക്ഷണം ഡൈജഷന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? ശരി, ഞാൻ ഇപ്പൊ പറഞ്ഞ് തൽക്കാലം നിർത്തുകയാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനിത് എല്ലാം അറിഞ്ഞ ആളല്ല കേട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നതിന് എനിക്ക് അറിയുന്ന കാര്യം പറഞ്ഞുതരാം. പറയാം. അത് അവിടെ എവിടെ നിന്ന് പറയാം? ഞാൻ പറയും ചോദ്യങ്ങളാക്കി എല്ലാം മൊബൈൽ കാണാൻ പാടുണ്ടോ? മൊബൈൽ കാണാൻ പാടുണ്ടോ? മൈൻഡ് ഡൈജസ്റ്റ് കാര്യമുണ്ടോ?
ടെക്നോളജി മാറുകയാണ്. നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ തന്നെ ലെൻസ് വെച്ചിട്ട് 24 hours വേണമെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടേ ഇരിക്കാം, ഉറങ്ങുമ്പോഴും കാണാമാണെങ്കിൽ. രാത്രി ഇങ്ങനെ അങ്ങനെയാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇനി കാണണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് പണ്ടത്തെ കുട്ടികളുടെ അടുത്തൊക്കെ പറയുന്ന പോലെ ഇതൊന്നും നടക്കണ പരിപാടിയല്ല. ഒന്ന് 2 3 എഴുതിയതാ, അത് 8 പാക്കറ്റ് ഉണ്ടല്ലോ, അത് ചിലവർക്ക് അറിയില്ല 8 എണ്ണം ഉണ്ട് എന്ന്. അത് അറിയാൻ വേണ്ടിട്ട് 1 2 എന്ന് എഴുതി. ചില്ലറ്റുകൾ കഴിച്ചത് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ നല്ല സ്റ്റാമിന കിട്ടും. സ്റ്റാമിന എന്താ? സ്റ്റാമിന പറഞ്ഞെന്താ? ആരോഗ്യം, അത് ഹെൽത്ത് അല്ലേ? സ്റ്റാമിന ഊർജം, അത് എനർജി അല്ലേ? എനർജി അല്ലേ ഊർജം? ബലം പറഞ്ഞാൽ സ്ട്രെങ്ത് അല്ലേ? സ്റ്റാമിന. പവർ പറഞ്ഞാൽ അത് ശക്തിയല്ലേ? ഉന്മേഷം അത് വേറെയാണല്ലോ. അത് ടൈമിങ്, അത് വേറെ സാധനം. ഇപ്പോ നമ്മള് ഗ്യാസ് നിറക്കില്ലേ, കുറ്റിയിൽ ഗ്യാസ് നിറക്കില്ലേ, 1 മാസം നിൽക്കും അല്ലേ? കൂടുതൽ സമയം നിൽക്കുന്നത് ഊർജം. അപ്പോൾ നമുക്ക് ഈ ചോറും മില്ലറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ചോറ് 2 മണിക്കൂറിനുള്ളിൽ ദഹിച്ച് ഗ്ലൂക്കോസ് വന്ന് റിലീസാകും രക്തത്തിലേക്ക്. മില്ലറ്റ് വന്നിട്ട് 5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണം. ദഹിക്കാനല്ല, അതെ, ദഹിച്ച് ഇത് വന്നിട്ട് ഗ്ലൂക്കോസായി മാറാൻ. അല്ലാതെ ഗോതമ്പിലും അരിയിലും മില്ലറ്റിലൊക്കെ ഒരേ ഗ്ലൂക്കോസ് ലെവൽ തന്നെയാണ്, ഏതിലും കുറവില്ല, പേടിക്കണ്ട. ഗ്ലൂക്കോസ് കുറഞ്ഞത് കൊണ്ടല്ല നമ്മൾ മില്ലറ്റ് കഴിക്കുന്നത്. ഇപ്പം നമ്മൾ പനങ്കള്ളും തെങ്ങുകളും തമ്മിൽ വ്യത്യാസം എന്താണ്? പനങ്കള്ളും തെങ്ങുകളും തമ്മിൽ വ്യത്യാസം എന്താണ്? മധുരം ഉള്ളത്, കട്ടി കൂടുതൽ, നാച്ചുറലാണ്. അത് രണ്ടും അല്ല. പനങ്കള്ള് എന്ന് പറഞ്ഞാൽ കഴിച്ചിട്ട് പതുക്കിയ ഡോസ് കയറുള്ളൂ, പതുക്കിയ ഡോസ് ഇറങ്ങുള്ളൂ. തെങ്ങുകൾ അങ്ങനെയല്ല, പെട്ടെന്ന് ഡോസ് കയറും, പെട്ടെന്ന് ഇറങ്ങും. വ്യത്യാസം മനസ്സിലായോ? ഇനിയെങ്കിലും മില്ലറ്റും അരിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? മില്ലറ്റ് 2 മണിക്കൂർ അല്ലല്ല, സോറി, ഡൈജഷൻ ആകാൻ വേണ്ടിയിട്ട് അല്ലല്ല, അത് മില്ലറ്റ്. അരി വന്ന് 2 മണിക്കൂർ, ഗോതമ്പ് വന്ന് 3 മണിക്കൂർ, മില്ലറ്റ് 5 മണി മുതൽ 8 മണിക്കൂർ വരെ, മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ. കാലത്തൊക്കെ നമ്മൾ കമ്പൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കി കഴിക്കാം, ഇടിയപ്പം എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. കഞ്ഞിയാണെങ്കിൽ കഴിച്ചു, കുറച്ച് നല്ല ടയേർഡ് ഉണ്ടാവില്ല. എപ്പോൾ വിശക്കുന്നോ അപ്പം കഴിക്കുക. നമ്മൾ കഴിച്ച ഭക്ഷണം ചെറുകുടലിൽ പോയി രക്തത്തിലേക്ക് പോഷകാംശങ്ങളും കൊഴുപ്പും ഒക്കെ രക്തത്തിൽ വലിച്ചെടുത്ത ശേഷം 8 മണിക്കൂർ ആകട്ടെ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമ്മൾ ടയേർഡായി പോകും. വിശക്കുന്ന സമയത്തെല്ലാം ഭക്ഷണം കഴിക്കുക, വിശക്കുമ്പോൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ശരി, ഗ്യാസിന്റെ ഗുളിക സ്ഥിരമായി കഴിക്കുന്നവരാരാണ്? ഗ്യാസ് LPG ഗ്യാസ് അല്ല, ഗ്യാസ് ട്രബിൾ. എന്താണ് ഗ്യാസ് ട്രബിളിന്റെ ഗുളിക സ്ഥിരമായി കഴിക്കുന്നവരാരാണ്? ഒരാൾ പോലും ഇല്ലേ? ആരുമില്ല. ഭക്ഷണത്തിന് മുമ്പല്ലേ കഴിക്കേണ്ടത്? ഭക്ഷണത്തിന് മുമ്പല്ലേ? ഞാൻ അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഭക്ഷണം ദഹിക്കണമെങ്കിൽ നന്നായി ചവച്ചരച്ച് കഴിക്കണം. നമ്മുടെ ഉമിനീര്, ഇപ്പൊ നമ്മളൊരു മുന്തിരി ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ, ഇപ്പോൾ യൂറോപ്പിലൊക്കെ പശുവിനെ 24 മണിക്കൂറും ചവച്ചരച്ച് കഴിഞ്ഞാൽ വായു കടയാ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യും അറിയോ? പിറകിലൊരു സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടാ? ഒരു സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്, സിബ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗ്രൈൻഡറിൽ അരയ്ക്കും. എന്തരയ്ക്കും? പുല്ല് സാധനങ്ങൾ അരച്ചിട്ട് അത് ഇടുന്നിട്ട് സിബ് അടയ്ക്കും. അപ്പൊ നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്നില്ലേ, ശരിക്കും ഒരു സിബ് വെക്കുക, അപ്പൊ തുറക്കുക, അത് ഇട്ടിട്ട് അടച്ചാ പോരെ. സമയമില്ലാത്തവർക്ക്
ചെയ്താ പോരെ? ഒരു മുന്തിരി ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം എടുത്ത് കഴിക്കണം. ഒരു മുന്തിരി ജ്യൂസ്. വെള്ളം ഒരു ഗ്ലാസ് കഴിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം എടുത്ത് കഴിക്കണം. വെള്ളം നമ്മൾ വിചാരിക്കും വെള്ളം എന്തിനാ പെട്ടെന്ന് അല്ലേ, നമ്മൾ എങ്ങനെയാണ് കഴിക്കുക അല്ലേ? അപ്പൊ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ പതുക്കെ കഴിക്കുമ്പോൾ ഉമിനീര് കുറച്ചായിട്ട് ഇതിന്റെ കൂടെ വരും. വെള്ളവും ദഹിക്കണമല്ലോ, വെള്ളം എല്ലാ സാധനങ്ങളും ദഹിക്കണം. ചവച്ചരച്ച് കഴിക്കണം. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കഴിക്കണം. എന്താണ് ഇതൊക്കെ വരണ്ട് കിടക്കുകയായിരിക്കും അല്ലേ? ഈ സാധനം ഈ സാധനത്തിൽ കൂടെ ഇറങ്ങണ്ടേ, ആമാശയത്തിലേക്ക് ഇറങ്ങണ്ടേ? അപ്പൊ സ്വല്പം വെള്ളം കഴിക്കണം. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക. ചവച്ചരച്ച് സമയം എടുത്ത് കഴിക്കണം. അപ്പൊ ഈ ഡൈജഷൻ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഒരു ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ കഴിയാതെ വേറൊന്നും കഴിക്കരുത്. നമ്മൾ ഈ ആട് കടിക്കുന്ന പോലെ പറയും അല്ലേ? ആട് ഇവിടെ നിന്ന് കഴിക്കുക, അവിടെ കടിക്കും ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. എന്തെങ്കിലുമൊക്കെ അടിപരിപ്പ് കഴിക്കും, അപ്പുറത്ത് പോണ്ട കണ്ട അതെടുത്ത് കഴിക്കും, പിന്നെ ഒരു ചായ കഴിക്കും, പിന്നെ ഇതിലെ പോകുന്ന സമയത്ത് ഒരു ജിലേബി കണ്ടു കഴിഞ്ഞാൽ അന്ന് കഴിക്കാൻ തോന്നും കഴിക്കും. ഇപ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ടേ പോകും അല്ലേ? അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറ്റുന്ന അറിയുന്നത് പറഞ്ഞുതരാം. അവിടെ സമയമായി. ഇനി വാളെടുക്കും. അവിടെ വാളവും അതന്നെയാണ് ഗ്യാസ് ഉണ്ടാകാൻ കാരണം. നമ്മൾ ഡൈജഷൻ നടക്കാത്തത് കൊണ്ടാണ് ഗ്യാസ് ഫോർമേഷൻ ആകുന്നത്. എന്താണ്? എത്ര വേണമെങ്കിലും കഴിക്കാം. അതെന്താ പറയുക, കുഴപ്പമില്ല. അതില് നമ്മുടെ അശ്വഗന്ധ കേട്ടിട്ടുണ്ടോ? അശ്വഗന്ധ എന്താണ്? അശ്വഗന്ധ എന്തിനാ ഉപയോഗിക്കുന്നത്? അശ്വഗന്ധ എല്ലാവരും വ്യാപകമായി ഉപയോഗിക്കുന്ന ആളുകളാണ്. പക്ഷെ എന്തിനാണെന്ന് അവർക്ക് അറിയില്ല. ആരെങ്കിലും ഒരാൾ പറയും എന്തിനാണ്? സ്ട്രെസ്സും ടെൻഷനും കുറയാൻ. എന്താണ്? മാനസിക സംഘർഷവും മാനസിക പിരിമുറുക്കും, ടെൻഷനും സ്ട്രെസ്സും കുറയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? അശ്വഗന്ധ ഉപയോഗിക്കുന്നത്. അല്ലാതെ അത് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമല്ല. ക്ലിയർ ആയോ? പിന്നെ നായ്ക്കുരുന്ന പരിപ്പ് എല്ലാവരും ഉപയോഗിക്കും അല്ലേ? എന്തിനാ ഉപയോഗിക്കുന്നത്? അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ലൈംഗിക ശേഷി വർധന ഉണ്ടാവില്ല. അതുണ്ടാവില്ല. അത് വന്നിട്ട് ശുക്ലവർദ്ധനവ്, ബീജം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നായ്ക്കുരുന്ന പരിപ്പ് ഉപയോഗിക്കുക. പിന്നെ നായ്ക്കുരുന്ന പരിപ്പ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പാർക്കിൻസൺസ്. ആരോ ഒന്ന് കാറിൽ വരുമ്പോഴൊപ്പം സംസാരിച്ചത് ആരാണത്? ഞങ്ങളാണ് സംസാരിച്ചത്. പാർക്കിൻസൺസിനുള്ള ലോകത്തെ ഒരേ ഒരു മരുന്ന് എന്താണ്? അത് ഇന്ന് കഴിച്ചാൽ ഇന്നിന് 25% കമ്മിയാവും. ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു 6 മാസമോ 7 മാസം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 90% കമ്മിയാവും. എന്താ പാർക്കിൻസൺസ് പറഞ്ഞാൽ അറിയോ? എപ്പോഴും വരച്ചുകൊണ്ടേയിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? പേന പിടിച്ച് എഴുതാനൊന്നും പറ്റില്ല. പാർക്കിൻസൺസ് അതായത് ഞരമ്പ് സംബന്ധമായിട്ടുള്ള ന്യൂറോ സംബന്ധമായ പ്രശ്നമാണത്. അത് ഈ നായ്ക്കുരുന്ന പരിപ്പ് കഴിച്ചാൽ മാറും. അപ്പൊ എല്ലാ സാധനവും എടുക്കുക, വെള്ളത്തിൽ കലക്കുക, വായി തുറക്കുക, കഴിക്കുക. ഞാൻ പൊതുവായിട്ട് പറയാ, എല്ലാ ചൂർണങ്ങളും പൊടികളും 10 ഗ്രാം, എല്ലാ ജ്യൂസുകളും 10 മില്ലി. ഇതാണ് ഡോസേജ്. ക്ലിയർ ആയോ? എല്ലാ ടാബ്ലറ്റുകളും ക്യാപ്സ്യൂളുകളും 500 mg. 500 mg പറഞ്ഞ എന്താണ്? 1/2 ഗ്രാം. കഴിക്കാലോ. എന്താണ്? 3 നേരം വേണമെങ്കിൽ കഴിക്കാലോ. കഴിക്കാം. പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ സമ്മതിക്കില്ല. ഒരു മദ്യത്തിന് അടിമപ്പെട്ട ഒരാള് നമ്മൾ മദ്യം കഴിക്കുമല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ പരമ്പരാഗതമായി നമ്മുടെ ബ്രെയിൻ സമ്മതിക്കില്ല. നമ്മൾ വേണമെങ്കിൽ നിങ്ങൾ ഒരു 3 മാസമൊക്കെ 3 നേരവും ഭക്ഷണം മാറ്റിയിട്ട് മില്ലറ്റിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. അതിനുശേഷം മുഴുക്കുടിയന്മാരുന്ന പോലെയാണ്. കുടി നിർത്തും, ധ്യാനം പരിപാടികളൊക്കെ പോയിട്ട് മരുന്നൊക്കെ കഴിച്ചൊക്കെ നിർത്തും. പിന്നെ എപ്പോഴെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളും കൂടുതൽ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെയാണ്. പിന്നെ 4 നേരം ചോറ് കഴിക്കും. അങ്ങനെ സ്ഥിതി വരും. അപ്പോൾ ഒരു നേരം ഫ്രൂട്ട്സ് അല്ല, സജസ്റ്റഡ് ആണത്, ഓപ്ഷനിലാണ്. പിന്നെ ഒരു നേരം മില്ലറ്റ്, ഒരു നേരം ചോറ്, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുക. കുറച്ചുകൂടെ പ്രിഫറബിൾ ആയിട്ടുള്ള. ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം പറഞ്ഞാൽ എന്താണ്? പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? കിണറ്റിലെ വെള്ളം. ശരി, കുഴപ്പമില്ല. അതെ, പോർട്ടബിൾ വാട്ടർ, മിനറൽ വാട്ടർ അല്ല. മിനറൽ വാട്ടർ പറഞ്ഞ സംഭവമില്ല. അത് ബിസ്ലേരി മാത്രമേ ഉള്ളൂ. അത് മിനറൽസ് ആഡ് ചെയ്യാം. അപ്പൊ പാക്കേജിൽ ഡ്രിങ്കിങ് വാട്ടർ എന്നാണ് പറയുന്നത്, സ്റ്റാൻഡേർഡ്. അതിൽ കലക്കി കഴിക്കാം. പാലിൽ വേണമെങ്കിൽ കലക്കി കഴിക്കാം. പാല് നല്ലതല്ല എന്ന് പറഞ്ഞല്ലോ. സങ്കര ഇനം പാലുകൾ നല്ലതല്ല എന്ന് പറഞ്ഞു കേട്ടോ. വ്യക്തമായിട്ട് പറയാനുള്ള സമയമൊന്നും കിട്ടിയില്ല.
നാടൻ പാലില്ലേ, നാടൻ പശു 18 ലക്ഷണം ഉണ്ടാവും. പൂഞ്ഞിയൊക്കെ കണ്ടിട്ടില്ലേ, പൂഞ്ഞി ഒരേ നിറവായിരിക്കും നാടൻ പശു എന്ന് പറയും. അപ്പൊ അതിന്റെ പാല് കഴിക്കുക, അത് ക്യാൻസറിനെതിരെ പ്രതിരോധിക്കും, ശരീരത്തിന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷെ ഇന്നുള്ള ഇടപെട്ട് എന്നൊക്കെ പറയും, പാതി സങ്കരീനം, മുഴുവനായിട്ട് സങ്കരീനം. എന്ത് ഒരു കുഴപ്പം അത് ഇതുമായിട്ട് ബന്ധമില്ല. ധാന്യങ്ങൾ മാത്രമാണ് എന്താണ് ഒരു നേരം കഴിച്ചാൽ മതി. വൈകുന്നേരം 3 നേരം കഴിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ മില്ലറ്റ്, നമ്മുടെ മില്ലറ്റിന്റെ പാക്കറ്റിലുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞു വന്നത്, ഒന്ന് അശ്വഗന്ധ, പിന്നെ നായ്ക്കുണ്ണ പരിപ്പ്, പിന്നെ ജാഗ്രി പറയുന്നത് ശർക്കരയാണ്, നിലപ്പനക്കിഴങ്ങ്, അത് ബ്ലാക്ക് മുസ്ലി എന്ന് പറയും. വൈറ്റ് മുസ്ലി കേട്ടില്ല? വൈറ്റ് മുസ്ലി, സഫേദ് മുസ്ലി കേട്ടിട്ടുണ്ടോ? സഫേദ് മുസ്ലി, മുസ്ലിം പവർ എക്സ്ട്രാ കേട്ടിട്ടുണ്ടോ? അത് ശരി. അപ്പൊ അതിനെയാണ് സഫേദ് മുസ്ലി പറയുന്നത്. സഫേദ് മുസ്ലിന്റെ വില അറിയോ? 1 കിലോ 3500 രൂപയാണ്. നേരത്തെ എത്ര വിലയുണ്ടായിരുന്നല്ലോ? 10 വർഷത്തിന് മുൻപ്, 20 വർഷത്തിന് മുൻപ് 6 രൂപയ്ക്ക് എടുക്കാൻ ആളില്ല, കാലിത്തീറ്റയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോ ഞാൻ പറഞ്ഞത്, ഇത് ബ്ലാക്ക് മുസ്ലി. ബ്ലാക്ക് മുസ്ലി പറഞ്ഞ കറുത്ത മുസ്ലി, അത് വൈറ്റ് മുസ്ലി, സഫേദ് മുസ്ലി, നിലപ്പനക്കിഴങ്ങ് പറയും. പിന്നെ ഉള്ളത് മില്ലറ്റ്, ജാഗ്രി, നെയ്യ്, ഇത്രയും സാധനങ്ങളാണ്. എന്താണ് എന്താണ് ലിക്വിന പ്രൂറിയൻസ്, അതാണ് ഈ നായ്ക്കുണ്ണ പരിപ്പ്. ലിക്വിന പ്രൂറിയൻസ് എന്ന് പറയുന്നത് അതിന്റെ ബൊട്ടാണിക്കൽ നെയിമാണ്. വെൽവെറ്റ് ബീൻ എന്നാണ് നായ്ക്കുണ്ണ പരിപ്പിന് ഇംഗ്ലീഷിൽ പറയും. അപ്പോ എനിവേ നേരത്തെ 8 തരം മില്ലറ്റും സെപ്പറേറ്റ് ആണ് ചെയ്തത്. അത് ഈ പറയുന്ന പോലെ മറ്റേ മിക്സ് ചെയ്തിട്ടാണ് പോയത്. മില്ലറ്റ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അത് അതിന്റെ R&D ഒക്കെ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് ഒന്നിച്ചാണ് വരുന്നത്. അത് ഏത് വേണമെങ്കിലും കഴിക്കാം. ഒന്ന് പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് വേറെ അടുത്ത് കഴിച്ചാൽ ക്രമനമ്പർ തെറ്റിയത് കുഴപ്പം.